ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ക്രാഫ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, വീട്ടിൽ ഉപകാരമുള്ള ഒരു കിഡിലൻ ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറന്നുകൊണ്ട് നമുക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ടേബിൾ ലാമ്പ് ഒക്കെ വേണ്ടേ. അപ്പോൾ ഒരു പോർട്ടബിൾ ടേബിൾ ലാമ്പാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ തംബ്നെയിലും ടൈറ്റിലും കണ്ട പോലെ ഗൈസ് നമ്മൾ കോക്കനട്ട് ഷെല്ല് കൊണ്ട് ഒരു ടേബിൾ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നില്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അങ്ങ് അടിച്ചു പിടിച്ചേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ട ഐറ്റം മെയിൻ ആയിട്ട് കോക്കനട്ട് ഷെൽ, മലയാളത്തിൽ പറഞ്ഞാൽ ചിരട്ട. അപ്പോൾ ഗൈസ്, ഈ ഒരു ഐറ്റത്തിന് നമുക്ക് ഈ ഒരു മോഡലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, കുറച്ച് വെറൈറ്റി ആണ്. ലാമ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടിക്കും. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണം. നിങ്ങൾക്ക് കണ്ടോ, കുറച്ച് മണ്ടഭാഗം കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇല്ലെങ്കിൽ സാധാ ചിരട്ടയായിട്ട് എടുത്താൽ മതി. ഇതുപോലെ ചെറിയൊരു പൈപ്പ് കഷ്ണം വേണം. നിങ്ങൾക്ക് വേണ്ട ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കുക. ഗൈസ്, കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക. ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു LED ലൈറ്റ് വേണം. നിങ്ങളുടെ ഇഷ്ടമാണ്, ഫെയറി ലൈറ്റ്സ് എടുക്കുക. ഞാനിവിടെ വാം ലൈറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഗൈസ്, കുറച്ച് വയർ എടുക്കുക. ഗൈസ്, ഒരു സ്വിച്ച് എടുക്കുക. പിന്നെ ഗൈസ്, ഇതുപോലെ ഒരു കണക്ടർ. പിന്നെ ഗൈസ്, ഇതുപോലെ ഒരു ഹൈ വാൾട്ടിൻ്റെ ബാറ്ററി എടുക്കുക. 9 വോൾട്ട്. നമ്മൾക്ക് കിട്ടിയത് അൽമാസ് എന്നുള്ള ബാറ്ററിയാണ്. നമ്മളിതുപോലെ ടോർച്ചിൻ്റെ ഒരു റിഫ്ലക്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പോയിന്റിൽ വെട്ടം കിട്ടാനായിട്ടാണ്. പിന്നെ ഗൈസ്, നമുക്ക് ബേസിന് വേണ്ടി ഒരു കാർഡ്ബോർഡ് പീസും കൂടി വേണം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ചിരട്ട ക്ലീൻ ചെയ്തെടുക്കാവേ. ഇതിന്റെ നാരും കാര്യങ്ങളും ഒക്കെ നമുക്ക് കൈ കൊണ്ടൊന്ന് പറിച്ചെടുത്തതിന് ശേഷം സാൻഡ് പേപ്പർ ഇടാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ചിരട്ട ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ള PVC പൈപ്പ് ഉണ്ടല്ലോ, ഈ ഒരു PVC പൈപ്പ് നമുക്ക് എന്ത് ചെയ്യണം, ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാര്യം നമ്മുടെ ലാമ്പ് കുറച്ച് താഴോട്ട് ഇങ്ങനെ വെക്കാനായിട്ട്. അതിന് നമ്മളിവിടെ കട്ടിംഗ് ബ്ലേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഗൈസ്, ഇനിയിപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ വയറിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടൈം കളയാതിരിക്കാനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒരു LED ബൾബ് കേട്ടോ. ഇതൊരു വാം ലൈറ്റാണ്. അതിൻ്റെ അറ്റത്ത് ഇത് നമ്മളൊരു ചെറിയൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഹൈ വാൾട്ടിൽ വർക്കാവാൻ, ബാറ്ററി പോകാതിരിക്കാനും LED കത്താതിരിക്കാനും ഒക്കെ ആയിട്ട് വെച്ചേക്കുവാണ്. അവിടെ നിന്ന് ഒരു ബ്ലാക്ക് പോസിറ്റീവും നെഗറ്റീവും കൊടുത്ത് കുറച്ച് വയർ നീട്ടി എടുത്തിട്ടുണ്ട്. ഈ വരുന്ന റെഡ് വയറിൻ്റെ അറ്റത്ത് ഒരു വയറിൻ്റെ എൻഡിൽ നമ്മൾ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്വിച്ച് ഒരു വയറിൻ്റെ അറ്റത്ത് കൊടുത്തു. ആ അടുത്ത എൻഡിൽ നിന്ന് നമ്മളൊരു കണക്ടറിൻ്റെ ഒരു വയർ കൊടുത്തു. അതിൻ്റെ ബ്ലാക്ക് നമ്മൾ നേരത്തെ നീട്ടിയിട്ട ബ്ലാക്കിലോട്ട് കൊടുത്തു. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ലൈറ്റിംഗ് വയറിങ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാം. ഈ ഒരു ഹൈ വാൾട്ട് ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാണ്. നല്ല വെട്ടമുണ്ട്. അപ്പോൾ സ്വിച്ച് ഇട്ടപ്പോൾ തന്നെ സംഗതി അടിപൊളിയായിട്ട് കത്തി. നമ്മുടെ ഈ ഒരു പൈപ്പ് എടുക്കുക. പൈപ്പിൻ്റെ ബാക്കിൽ കൂടി നമ്മൾ LED ആ ഒരു വയറും LED എല്ലാം നമ്മൾ ഫ്രണ്ടിലേക്ക് തള്ളിയിടുന്നു. ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെടുത്ത ചിരട്ടയുടെ പുറകിൽ നമുക്കൊരു ഹോളുണ്ടായിരുന്നു. ഈ ഹോളും വഴി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുക. എന്നിട്ട് ഈ വയർ കുറച്ചിങ്ങനെ കാണും. ജസ്റ്റ് നിങ്ങൾ സ്ലീവ് ഉണ്ടെങ്കിൽ ഇടുക. എന്നിട്ട് താഴെയാണ് നമ്മൾ ഈ ഒരു ലാമ്പിനെ ഇങ്ങനെ നിർത്തുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ലാമ്പിനെ നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ വെച്ച് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഒട്ടിക്കാൻ പോകണം.
താഴ്വശം ഇങ്ങനെ ഗൈസ് അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് നിർത്തിയാലും അത് പോത്തില്ല. അപ്പൊ നമ്മുടെ ബാക്ക് വശത്തുനിന്ന് അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ വയർ കുറച്ച് നീട്ടി എടുത്തിട്ടാണ്. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതും ഞാൻ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തേക്കാണ്. അകത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റിഫ്ലക്ടർ വെക്കണം. ഇപ്പൊ ഈ ഒരു ലൈറ്റിന്റെ അറ്റത്തായിട്ട് നമ്മൾ ഈ റിഫ്ലക്ടറും കൂടി വെച്ചങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഇതിന് അത് അവിടെ നിന്നോളും. അതിനുശേഷം നമുക്ക് ബേസ് വെച്ചിട്ട് ബേസും കൂടി ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് ശേഷം കാണാവേ. ഈ ഒരു ബേസിന്റെ അറ്റം വരുന്ന എവിടാണോ അവിടെ വെച്ചിട്ട് നമ്മൾ സ്വിച്ചും വെക്കുന്നതായിരിക്കും. അതിന്റെ പുറയിലായിട്ട് ബാറ്ററിയും കൊടുക്കും. ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് ബേസ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിന് വെക്കുന്ന ഈ ഒരു കാർഡ്ബോർഡിന്റെ പീസാണ്. നമ്മൾ ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു ഉറപ്പിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫ്രെയിം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ബലമാവും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ഫ്രെയിം അടിച്ച് ബേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബേസ് നമുക്ക് ഇനിയിപ്പം വെയിറ്റും കാര്യങ്ങളൊക്കെ ബാലൻസ് ആയി ഇങ്ങനെ നിന്നോളും. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു ബേസ് വെക്കുന്നതിന് മുന്നേ നമുക്കതൊരു കവറായിട്ട് വേണം. കാര്യം നമ്മുടെ ബാറ്ററിയും സ്വിച്ചും ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെക്കാൻ ഉദ്ദേശിച്ചത്. കുറച്ച് മാറ്റം വരുത്താനായിട്ട് നമ്മൾ കുറച്ചും കൂടി വലിയ, നമ്മൾ എടുത്ത ബേസിന്റെ കുറച്ചുകൂടി വലിയ സൈസുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സെന്റർ നോക്കി നമ്മൾ നേരത്തെ വെച്ച ഒരു ബേസ് വെക്കുക. സെന്റർ നോക്കി നിങ്ങൾ വെക്കുക. അതിന് ശേഷം 4 മൂലയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് ചരിച്ചൊന്ന് വരയ്ക്കുക. ഓക്കെ, ഈ വരച്ചതിന് ശേഷം നമ്മൾ കട്ടിംഗ് ബ്ലേഡ് കൊണ്ടിട്ട് 4 സൈഡും കട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഒരു വരച്ച ഭാഗം കൊണ്ട് കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്കിതൊരു ബോക്സ് പോലെ ഇങ്ങനെ ആക്കി എടുക്കാൻ കഴിയും. ഇനി നമ്മൾ ഈ ഒരു മടക്കുന്ന ഭാഗത്ത് ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബോക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അത് അറ്റമെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ ബേസ് ഇവിടെ കറക്റ്റ് സെൻറ്ററിങ് ഇരിക്കും. ലാമ്പ് വെക്കുന്നതിൻ്റെ അവിടെ ഒരു ഹോൾ ഇട്ടുക. അതിന് ശേഷം ഇത് കയറ്റിയതിന് ശേഷം ഇതിൽ ഒട്ടിക്കുക. പിന്നെ ഇത് നമുക്ക് ബോക്സ് ആക്കാം. അപ്പം ഇത്രയൊന്ന് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആ ഒരു ബേസിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് നമ്മൾ പേസ്റ്റ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്വിച്ച് നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തു. ഇതിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ബാറ്ററിയും അതുപോലെ തന്നെ വയറിങ്ങും ഒക്കെ കവറാക്കി കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നമുക്ക് വെച്ച് സൈഡിലേക്ക് ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ ബേസ് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. സ്വിച്ചും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇവിടെ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ ചിരട്ടയ്ക്കും അതുപോലെ തന്നെ ബേസിനും ഈ ഒരു സ്ട്രോയ്ക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, നല്ല അടിപൊളി കളർ കൊടുക്കണം. നമ്മൾ ചിരട്ടയ്ക്ക് വാർണിഷാണ് കൊടുക്കുന്നത്. ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു കളർ തീമാണ് കൊടുക്കുന്നത്. ബ്രഷിൽ മുക്കിയിട്ട് തൂത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു പഴകിയതാണെന്ന് തോന്നുന്നു, അറിയില്ല. ജസ്റ്റ് വേറൊരു കളറാണ്. പക്ഷേ ഞാൻ കുറച്ച് നേരം അടിച്ച് വേറെണ്ണത്തിൽ നോക്കിയപ്പം കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ഇത് മാറിയിട്ട് വൈറ്റിങ് മാറിയിട്ട് എല്ലാം ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് അടിക്കുന്നത്. ഇപ്പോൾ കേസ് നമുക്കിതൊന്ന് മൊത്തത്തിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ കേസ് നമ്മുടെ ചിരട്ടയ്ക്ക് നമ്മൾ പോളിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്, രക്ഷയില്ല. ഗൈസ് നമ്മുടെ ലാമ്പ് അപ്പോൾ ഫിനിഷ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പിടിച്ചേക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കിട്ടിലും DIY ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി നിൽക്കുക. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ഒക്കെ കിട്ടുന്നത് എല്ലാവർക്കും ബൈ.